my life path's world. Welcome, my channel. ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മൈ ലൈഫ് പാത്തോസ് വേൾഡിലോട്ട് സ്വാഗതം. ഇന്നത് ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ പോയി കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതാണ് എൻ്റെ വീട്. ഇത് ഫുള്ള് പോച്ചയൊക്കെ പിടിച്ച് കിടക്കുന്നത് കേട്ടോ. മഴ കാരണം കംപ്ലീറ്റ്ലി പോച്ചയും കുറേ തെങ്ങുണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇപ്പോൾ കുറച്ച് തെങ്ങുണ്ട്, എന്നാലും അത്യാവശ്യത്തിന് തേങ്ങയും കാര്യമൊക്കെ കിട്ടുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് റിസോർട്ടുകളാണ് കേട്ടോ. ഈ വഴി പണ്ടെന്ന് വെച്ചാൽ തോടായിരുന്നു. ഈ വയലിൽ നിന്ന് വെള്ളം ഒലിച്ചത് ഇതുവഴി വന്ന് കടലിലോട്ട് പോകുന്ന തോട്. അന്ന് നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഈ വെള്ളത്തിലിങ്ങനെ കളിച്ച് നൊസ്റ്റു പിടിക്കുന്നേ അടിപൊളി രസമായിരുന്നു കേട്ടോ. പിന്നീടാണ് അത് ഇങ്ങനെ റോഡൊക്കെ ആക്കി എടുത്തു, റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്ന്. മറ്റേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ബീച്ചായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ കുട്ടിക്കാലമൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റിസോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡ്. എല്ലാം ബീച്ചിൻ്റെ വ്യൂ ഉള്ളതാണ്, അടിപൊളിയാണ്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ 3 റിസോർട്ടുകളുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം നടക്കാം, നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചപ്പോൾ മഴ പെയ്തു. അങ്ങനെ പിന്നെ നമ്മുടെ ബീക്കാനി റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി നിൽക്കുകയാണ്. അയൽവാസികളായതുകൊണ്ട് അടിച്ചിറക്കത്തില്ല. പിന്നെ തിരിച്ചതേ മഴയൊക്കെ നനഞ്ഞ് വീട്ടിലെത്തി പപ്പായൊക്കെ പിടിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് വർക്കല ക്ലിഫിലോട്ട് പോകാൻ ഇറങ്ങിയ വഴിക്ക് പുതിയൊരു റാക്കിൻ്റെ സൂപ്പർ മാർക്കറ്റ് 5 മുക്കിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ക്ലിഫിലെത്തി. ഈ കുഞ്ഞിൻ്റെ ഫാമിലി കുറേ വർഷമായിട്ട് അവരോട് വർക്കിലുണ്ട് കേട്ടോ. അവരുടെ സിസ്റ്റേഴ്സും മദറും ഭയങ്കര രസമല്ലേ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൊതി. ഇതൊക്കെ വാങ്ങി തല്ലിലൊക്കെ വെച്ച് ഇങ്ങനെ ലൈറ്റൊക്കെ മിന്നിച്ച് പോകണമെന്ന്. നിങ്ങൾക്കൊക്കെ ഇല്ലേ കൊതി? വൈബാണ് കേട്ടോ, നല്ല രസമാണ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് വെറുതെ ഇങ്ങനെ നടക്കാനേ പറ്റൂ കേട്ടോ. ഒന്നും വാങ്ങാനൊന്നും പറ്റില്ല, കൊല്ലുന്ന റേറ്റാണ്. ഇപ്പുറത്തെ സൈഡിൽ നല്ല അടിപൊളി ഫിഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഫോറിനേഴ്സിൻ്റെ സീസൺ സമയമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ടൈമിലാണ്. ഇത് കൂടുതൽ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ്. പിന്നെ ഇവിടെ മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റുകളിലും എന്നും പ്രോഗ്രാംസൊക്കെ ആയിരിക്കും. ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര രസമുള്ളതാണ്. പിന്നെ റേറ്റൊന്നും ചോദിക്കാറില്ല കേട്ടോ. നമ്മളിങ്ങനെ അത് വായി നോക്കി നടക്കും. റേറ്റ് ചോദിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വാങ്ങാതെ പോകും. എന്തായാലും നല്ല ക്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറേ ഞങ്ങളെപ്പോഴും വരാറുണ്ട്. ഇവിടെ കുറച്ച് ദൂരം ഒന്ന് നടക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് മഴ വീണ്ടും നമുക്കിട്ട് പണി തരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അങ്ങനത്തെ മഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചാറ്റിൽ മഴ തുടങ്ങി. തിരിച്ചെങ്ങനെയെങ്കിലും വണ്ടിക്കകത്ത് കയറാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, കയ്യിൽ കുടയുമില്ല. അവിടെ പിന്നെ ഒരു ക്ലോസ് ചെയ്തൊരു കട ഉണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങളും കുറേ ആൾക്കാരും കൂടെ മഴ തീരുന്നത് വരെ കാത്തു നിന്ന്. നല്ല അടിപൊളി മഴയും കാറ്റും അതും കടലിൻ്റെ തീരവും കൂടെ ആവുന്നതുകൊണ്ട് സൂപ്പർ. അതെല്ലാം കഴിഞ്ഞ് നേരെ വണ്ടി എടുത്ത് വർക്കല ആര്യാസിൻ്റെ വെജിറ്റബിൾ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ നിന്ന് നല്ല ചൂട് മസാല ദോശയും കറിയൊക്കെ വാങ്ങി ഞങ്ങൾ കഴിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ട് മഴ കഴിഞ്ഞിടാം. വീട്ടിൽ ചെന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ പാത്തൂസ് പോട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ് ചെയ്യണം. അപ്പം ഓക്കെ, ടാറ്റാ, ബൈ ബൈ.